കൊല്ലം നഗരഹൃദയത്തിൽ മാവിൻ തോട്ടമൊരുക്കാൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റിയുടെ നേതൃത്വത്തിലാണ് ആശ്രമം മൈതാനത്ത് മാന്തോട്ടം തയ്യാറാക്കുന്നത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി 35ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ആശ്രമം മൈതാനത്ത് മാവിൻതോട്ടം ഒരുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ആശ്രമം മൈതാനത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് IAS മാവിൻ തൈ നട്ടുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട്ടിലെ വലിയൊരു പ്രതിസന്ധി അതാണ്. കാട്ടിൻ്റെ അകത്ത് രാക്ഷസ കൊന്ന, ആ കൊന്നയുടെ പ്രത്യേകത അതിന്റെ പരിസരത്തുള്ള ചെടികളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് പോലും അത്തരത്തില് നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത ഒരു മരത്തിന്റെ ചുവട്ടിലാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ചുറ്റും നോക്കിയോ, കണ്ടോ? ഇത് നമുക്ക് രോഗം തരുന്നതാണ്. ഈ നാടിന്റെ വൃക്ഷമല്ല. ഇതിന്റെ പരിസരത്തൊരെണ്ണം മുളച്ചു ഒന്നുമില്ല. മാത്രമല്ല, ഇത് പിഴുതു കളയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല. ഇതിന്റെ വേരുന്ന് പിന്നെയും വരും. അപ്പൊ അങ്ങനെ നമ്മള് ചിന്തയില്ലാതെ ചെയ്തു വെച്ച കുറെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ആശ്രമം മൈതാനത്ത് നിലവിലുള്ള മിയാവാക്കി ഫോറസ്റ്റ്, സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗം നട്ട വൃക്ഷങ്ങൾക്കും അനുബന്ധമായുള്ള സ്ഥലം വൃത്തിയാക്കിയാണ് തോട്ടമൊരുക്കുന്നത്. വിവിധയിനം മാവുവർഗ്ഗങ്ങളുടെ തോട്ടമാണ് ഒരുക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ അനുമതി വാങ്ങിയാണ് തോട്ട നിർമ്മാണം നടന്നുവരുന്നത്. കൊല്ലം SN കോളേജ് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ, വിവിധ സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി. ക്രൈംബ്രാഞ്ച് DYSP B വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ ജോയിന്റ് സെക്രട്ടറി D ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.